അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട്, അതിലെ 5ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഹാഫ് ഇയർലി എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങിയവ ലഭിക്കാൻ മുന്ന ഷാഹിൽ മദ്രസ വേൾഡ് എന്ന ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് സെക്ഷനിൽ പോയിട്ട് അതാത് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് എടുത്തു നോക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദറസുൽ ഖാമിസ്, 5ാമത്തെ പാഠം. ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. അങ്ങാടിയിൽ കുട്ടികൾ കളിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ. പിറകിൽ നിന്നൊരാൾ എന്റെ തോളിൽ കൈവച്ചു. ഞാൻ തിരിഞ്ഞു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു അത്. ചിരിച്ചുകൊണ്ട് അവിടുന്ന് ചോദിച്ചു, അനസ് മോനെ, ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ പോയില്ലേ? അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസിനെ ശകാരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. അവിടുന്ന് ഉദാത്ത സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും എന്നോട് ചേ എന്ന് പറഞ്ഞിട്ടില്ല. നീ എന്തിന് ചെയ്തു എന്നോ നിനക്ക് അങ്ങനെ ചെയ്തു കൂടായിരുന്നോ എന്നോ ചോദിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് തുള്ളികൾ മുത്തുമണികൾ പോലെയാണ്. പട്ടിനേക്കാൾ മൃദുലമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ. അവിടുത്തെ വിയർപ്പിനേക്കാൾ സുഗന്ധമുള്ള ഒരു അത്തറും ഞാൻ വാസനിച്ചിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു തുടർന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ അവിടുത്തെ വിയർപ്പ് ശേഖരിക്കാറുണ്ടായിരുന്നു. ഞങ്ങളുടെ സുഗന്ധദ്രവ്യത്തിൽ കൂട്ടി അത് ഉപയോഗിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടുകാരെ ജോലിയിൽ സഹായിക്കുമായിരുന്നു. ചെരുപ്പ് തുന്നുമായിരുന്നു, വസ്ത്രം തയ്ക്കുമായിരുന്നു, ആടിനെ കറക്കുമായിരുന്നു. അവിടുന്ന് ഏറ്റവും വലിയ ധർമ്മിഷ്ഠരും ധീരരുമായിരുന്നു. ഒരിക്കൽ ഘോര ശബ്ദം കേട്ട് മദീനക്കാർ ഭയന്നു. ചിലർ ശത്രുവിന്റെ ആക്രമണമായേക്കുമോ എന്ന് വിചാരിച്ച് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. അപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരം അന്വേഷിച്ച് തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല. അവിടുന്ന് വളരെ ഭംഗിയുള്ളവരായിരുന്നു. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം, ഒത്ത ഉയരം, നീണ്ടവരോ കുറിയവരോ അല്ല. ആവശ്യമില്ലാതെ സംസാരിക്കില്ല. എപ്പോഴും പുഞ്ചിരി തൂകും, പൊട്ടിച്ചിരിക്കില്ല. തമാശയായിട്ട് പോലും കളവു പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിലും മുടിയിലും തൊലിയിലും വസ്ത്രത്തിലും ബറക്കത്തുണ്ട്. അവിടുത്തെ ഉമിനീർ പുരട്ടിയപ്പോൾ പാമ്പ് കടിയേറ്റ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സുഖപ്പെട്ടു. യുദ്ധത്തിൽ അൻപു തറച്ച് പെറിഞ്ഞു തൂങ്ങിയ ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് അവിടുന്ന് ഉമിനീർ ചേർത്ത് തടവിയപ്പോൾ പൂർവസ്ഥിതിയിലായി. അവിടുത്തെ തിരുകേശമിട്ട വെള്ളം കുടിച്ചപ്പോൾ സ്വഹാബികൾക്ക് ഷിഫാ ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസാധാരണ മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലസ്തു കഅഹദിൻ മിൻകും. അതിന്റെ അർത്ഥം, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. അവിടുന്ന് മലക്കുകളെ കാണുകയും കേൾക്കുകയും ചെയ്തു. ഇത് സാധാരണക്കാർക്ക് കഴിയുന്നതല്ല. ആദ്യമായി അള്ളാഹു പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ്. അവിടുത്തെ ചുമലുകൾക്കിടയിൽ ഖാതമുൻ നുബുവത്ത് എന്ന അടയാളമുണ്ട്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മെ ഇരുലോകത്തും വിജയിപ്പിക്കട്ടെ. ആമീൻ. അപ്പൊ ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇനി നോക്കൂ, ഈ പാഠത്തിന്റെ അവസാനത്തിൽ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ലസ്തു കാഹദിം മിൻകും. അതിന്റെ അർത്ഥം, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. അതിലെ 1ാമത്തേത്, ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ പോയില്ലേ? ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ആ സന്ദർഭമാണ് നമ്മൾ എഴുതേണ്ടത്.
അതിന്റെ ഉത്തരം നോക്കൂ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹം അങ്ങാടിയിൽ കുട്ടികൾ കളിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ പിറകിൽ നിന്നൊരാൾ അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ചു. അദ്ദേഹം തിരിഞ്ഞു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു അത്. ചിരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ച വാക്കുകളാണിത്. നുബയ്യിനു സിയാഖ്, അതിലെ രണ്ടാമത്തത്. പേടിക്കാനൊന്നുമില്ല. ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ആ സന്ദർഭമാണ് എഴുതേണ്ടത്. നോക്കൂ, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ ധർമ്മിഷ്ഠരും ധീരരുമായിരുന്നു. ഒരിക്കൽ ഒരു ഘോര ശബ്ദം കേട്ട് മദീനക്കാർ ഭയന്നു. ചിലർ ശത്രുവിന്റെ ആക്രമണമായേക്കുമോ എന്ന് വിചാരിച്ച് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. അപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരം അന്വേഷിച്ച് തിരിച്ചു വന്ന് അവരോട് പറഞ്ഞ വാക്കുകളാണിത്. ഇനി നോക്കൂ, തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നക്തബു മുദക്കിറ, കുറിപ്പ് എഴുതാനുള്ളതാണ്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസാധാരണ മനുഷ്യനാണ്. അതിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു പാരഗ്രാഫായിട്ട് എഴുതണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസാധാരണ മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. അവിടുന്ന് മലക്കുകളെ കാണുകയും കേൾക്കുകയും ചെയ്തു. ഇത് സാധാരണക്കാർക്ക് കഴിയുന്നതല്ല. ആദ്യമായി അള്ളാഹു പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ്. അവിടുത്തെ ചുമലുകൾക്കിടയിൽ ഖാതമുൻ നുബുവത്ത് എന്ന അടയാളമുണ്ട്. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആ പ്രവർത്തനത്തിന് ഉത്തരമായിട്ട് എഴുതേണ്ടത്. നക്തുബു മുദക്കിറ, അതിലെ രണ്ടാമത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത്, അതിനെ കുറിച്ചിട്ട് നമ്മൾ എഴുതണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിലും മുടിയിലും തൊലിയിലും വസ്ത്രത്തിലും ബറക്കത്തുണ്ട്. അവിടുത്തെ ഉമിനീർ പുരട്ടിയപ്പോൾ പാമ്പുകടിയേറ്റ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സുഖപ്പെട്ടു. യുദ്ധത്തിൽ അൻപു തറച്ച് പെറിഞ്ഞു തൂങ്ങിയ ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് അവിടുന്ന് ഉമിനീർ ചേർത്ത് തടവിയപ്പോൾ പൂർവസ്ഥിതിയിലായി. അവിടുത്തെ തിരുകേശമിട്ട വെള്ളം കുടിച്ചപ്പോൾ സ്വഹാബികൾക്ക് ഷിഫാ ലഭിച്ചു. നക്തുബു മുദക്കിറ, അതിലെ മൂന്നാമത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരിക പ്രത്യേകതകൾ. അതിന്റെ ഉത്തരം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഭംഗിയുള്ളവരായിരുന്നു. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം, ഒത്ത ഉയരം, നീണ്ടവരോ കുറിയവരോ അല്ല, ആവശ്യമില്ലാതെ സംസാരിക്കില്ല, എപ്പോഴും പുഞ്ചിരി തൂകും, പൊട്ടിച്ചിരിക്കാറില്ല, തമാശയായിട്ട് പോലും കളവു പറയില്ല. നക്തുബു മുദക്കിറ, അതിലെ നാലാമത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമകൾ. അതിന്റെ ഉത്തരം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടുകാരെ ജോലിയിൽ സഹായിക്കുമായിരുന്നു, ചെരുപ്പ് തുന്നുമായിരുന്നു, വസ്ത്രം തയ്ക്കുമായിരുന്നു, ആടിനെ കറക്കുമായിരുന്നു. അവിടുന്ന് ഏറ്റവും വലിയ ധർമ്മിഷ്ഠനും ധീരരുമായിരുന്നു. ഇനി നോക്കൂ, തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നസിൽ, ചേരുംപടി ചേർക്കാനുള്ളതാണ്. ആദ്യം നമുക്കതൊന്ന് വായിച്ചു നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിറം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉയരം. ഇനി പുറത്തു നോക്കൂ. പട്ടിനേക്കാൾ മിനുസം, മുത്തുമണി, ചുവപ്പ് കലർന്ന വെളുപ്പ്, ഒത്ത ഉയരം, ശമനാഔഷധം. ഇനി ഓരോന്നിനും യോജിച്ചിട്ടുള്ളത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അവിടെ എഴുതി കൊടുക്കണം. നമുക്കൊന്ന് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ്, അതിന് യോജിച്ചത് മുത്തുമണി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ, അതിന് യോജിച്ചത് പട്ടിനേക്കാൾ മിനുസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീർ, അതിന് യോജിച്ചത് ശമനൌഷധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിറം, അതിന് യോജിച്ചത് ചുവപ്പ് കലർന്ന വെളുപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉയരം, അതിന് യോജിച്ചത് ഒത്ത ഉയരം. തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം തഹ്സീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കി അവതരിപ്പിക്കുക. അപ്പൊ നിങ്ങൾ പ്രസംഗത്തിന് വേണ്ട ഒരു ആമുഖം തയ്യാറാക്കിയിട്ട് ഇവിടെ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ അവിടെ എഴുതി ചേർക്കുക. നോക്കൂ, ആദരവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ളവരാണ്. അല്ലാഹു തആല
ആർക്കൊക്കെ എന്തൊക്കെ മഹത്വങ്ങളും പ്രത്യേകതകളും നൽകിയോ അതിൻ്റെയെല്ലാം മുകളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം. അല്ലാഹു തആല ആദ്യം പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണ്. ലോകത്തിന്റെ നായകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സർവ സൃഷ്ടികൾക്കും മുൻപ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം സൃഷ്ടിച്ചതിലൂടെ അവിടുത്തെ മഹത്വം എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാനാകും. ഇസ്റാ മിഅ്റാജിന്റെ രാവിൽ ബൈത്തുൽ മുഖദ്ദസിൽ അല്ലാഹു തആല മുഴുവൻ പ്രവാചകരെയും ഹാജരാക്കുകയും അവർക്ക് ഇമാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിസ്കരിപ്പിക്കുകയും ചെയ്തതിലൂടെ ഇമാമുൽ അംബിയാ എന്ന സ്ഥാനം അവിടുത്തേക്കുണ്ടെന്ന് അല്ലാഹു വ്യക്തമാക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവവും കാരുണ്യവും വിട്ടുവീഴ്ചയും പ്രശംസനാതീതമാണ്. സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട ഏറ്റവും ഉന്നത സ്ഥാനത്തിനുടമയാണ് അവിടുന്ന്. അവിടുത്തെ മഹത്വം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. പെരുമാറ്റത്തിലും സ്വഭാവത്തിലും വിനയത്തിലും താഴ്മയിലും ഉത്തമ ഉദാഹരണമായിരുന്നു തങ്ങൾ ജീവിതത്തിലൂടെ എടുത്തു കാണിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗവും ആഗമനവും അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമായും സന്തോഷമായുമാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല വിശേഷിപ്പിച്ചത്. പ്രവാചകന്മാരും സാധാരണക്കാരും അടങ്ങുന്ന മനുഷ്യകുലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള സ്ഥാനവും മഹത്വവും വളരെ വലുതാണെന്ന് അല്ലാഹു തആല നമുക്ക് വ്യക്തമാക്കി തന്നു. ദുനിയാവിൽ നിന്ന് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിൻപറ്റി ജീവിക്കാനും പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയിൽ നമ്മെ ഉൾപ്പെടുത്താനും സർവശക്തനായ അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു പ്രസംഗം അവിടെ തയ്യാറാക്കിയിട്ട് അവതരിപ്പിക്കുക. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.